ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 119 സങ്കീർത്തനം 11 തിരുവചനം. സങ്കീർത്തകന്റെ മനോഹരമായ ഏറ്റുപറച്ചിലാണിത്. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിനെ ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ എപ്രകാരം നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാമെന്ന് ഈ തിരുവചനം നമ്മെ അറിയിക്കുകയാണ്. കർത്താവേ, അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിനെ ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ ഈ ലോകത്തിന്റെ മലിനതകളെ വിട്ടുകളഞ്ഞ് കൃപയിൽ ജീവിക്കാൻ കഴിയുമെന്ന് ഈ തിരുവചനത്തിലൂടെ ദൈവാത്മാവ് നമ്മെ അറിയിക്കുകയാണ്. ഈ നാളുകളിൽ ഈ വചനത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. ഈ തിരുവചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ ആയിരിക്കുന്നിടത്ത് നമുക്ക് എല്ലാവർക്കും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സ്വർഗം പകരുന്ന ഈ അഭിഷേക കൃപകളെ സ്വന്തമാക്കി നമ്മൾ ഒരുമിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാൻ പോവാണ്. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവ് വളരെ ക്ലോസ് ആണ്. ഹൃദയ തകർച്ചയോടെ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നശിക്കുന്ന ഒരാത്മാവിനും വേണ്ടി കർത്താവിന്റെ നാമം വിളിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങളും അടയാളങ്ങളുമായി ഞങ്ങളുടെ മധ്യേ വരണമേ, വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള ആത്മശക്തി നൽകണമേ, പരിശുദ്ധാത്മാവേ, പൈശാചിക പോരുകളിൽ നിന്ന് നാരകീയ ബന്ധനങ്ങളിൽ നിന്ന് ലോകത്തിന്റെ സ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരിക, ഇന്നത്തെ ശുശ്രൂഷകളിൽ വന്നു നിറയുക, ഞങ്ങൾ അഭിഷേകം ചെയ്യുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എല്ലാം മറന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം തുറക്കപ്പെടുന്ന സമയം അനേകമായിരങ്ങളിലേക്ക് ദൈവകൃപയുടെ പകർച്ച തന്ന് കർത്താവ് അനുഗ്രഹിക്കുകയാണ്. എല്ലാം മറന്ന് ഹൃദയം തുറന്ന് കരമടിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, കഠിന ഹൃദയങ്ങളെ തുറക്കണമേ, വചന ശക്തിയാൽ 10,000 പൂരിതമാക്കണമേ. Bless Lord. കരമടിച്ച് പാടുന്നു. ആമേൻ, ആമേൻ. യേശുനാഥന്റെ വാഗ്ദാനമേ, സ്വർഗീയ ചൈതന്യമേ, യേശുനാഥന്റെ വാഗ്ദാനം, സ്വർഗീയ ചൈതന്യമേ, ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ, ഞങ്ങളിൽ നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ് വരിക, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ശക്തിധനാഭിഷേകം, ഹല്ലേലൂയ, അഗ്നിധനാഭിഷേകം, ഹല്ലേലൂയ, വിശുദ്ധിധനാഭിഷേകം, ഹല്ലേലൂയ, ദാസരിലേഖണമേ.
ഓ പൊന്നു കർത്താവേ, പകരുക പകരുക, അഭിഷേകം, കാലത്തിന്റെ അഭിഷേകം പകരുക, അഭിഷേകം ആയിരങ്ങളിൽ കത്തട്ടെ, വിശുദ്ധിതന അഭിഷേകം പതിനായിരങ്ങളിൽ ഒഴുകട്ടെ. ദാസരിലെ ഉയർത്തിയടിച്ച് പാടിയെല്ലാവരും. ശക്തിധനാഭിഷേകം, ഹല്ലേലൂയ, അഗ്നിധനാഭിഷേകം, ഹല്ലേലൂയ, വിശുദ്ധിധനാഭിഷേകം, ഹല്ലേലൂയ, ദാസരിലെ ഗണമേ. ഓ പരിശുദ്ധാത്മാവേ, ശക്തിധനാഭിഷേകം തീ പോലെ കത്തട്ടെ, അഗ്നിധനാഭിഷേകം നദി പോലെ അങ്ങ് കത്തി ഒഴുകട്ടെ. വിശുദ്ധിധനാഭിഷേകം, ഹല്ലേലൂയ, ദാസരിലെ ഗണമേ, ദാസരിലെ ഗണമേ. ദാസരിലെ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ പെരുവെള്ളത്തിന്റെ ഇരുമ്പലോടെ ജീവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, സ്വർഗീയ തീയേ, ദൈവത്തിന്റെ കാറ്റ് ഞങ്ങളിൽ വീശുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, ഈ സ്തുതി ആരാധനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പതിനായിരങ്ങളുടെ മേൽ ദൈവത്തിന്റെ തീയായി കത്തണമേ. ലോകമോഹങ്ങളിൽ നിന്ന്, ജഡത്തിന്റെ വ്യാപാരങ്ങളിൽ നിന്ന്, സുഖലോലുപതിയുടെ ആധിപത്യങ്ങളിൽ നിന്ന് പതിനായിരങ്ങളെ സ്വതന്ത്രമാക്കണമേ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളിലേക്ക് വരണമേ. പാപപൈശാചിക ആധിപത്യ ശക്തികളെ കുടുംബങ്ങളിൽ നിന്ന് നിർവീര്യമാക്കണമേ. പരിശുദ്ധാത്മാവേ, തലമുറകളിൽ വന്നു നിറയണമേ. എല്ലാ രോഗശാപ ബന്ധനങ്ങളിൽ നിന്ന് തലമുറകളെ വിമോചിപ്പിക്കണമേ. ഓരാത്മാവിനും ആവശ്യമായ കൃപകൾ നൽകി പരിശുദ്ധാത്മാവേ സകലരെയും അനുഗ്രഹിക്കണമേ. ബ്ലെസ് ലോർഡ്. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റെ കറയും കളങ്കവും ഏൽക്കാതെ വിശുദ്ധിയോടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവേ, വിശുദ്ധിയുടെ ആത്മാവായി ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയണമേ, തലമുറകളിൽ നിറയണമേ, സഭാ സമൂഹങ്ങളിൽ നിറയണമേ. സ്പിരിറ്റ് ഓഫ് ഹോളിനെസ് ഫിൽ us. നിറയുക നിറയുക. വിശുദ്ധിയുടെ ആത്മാവേ, വിശുദ്ധിയുടെ ആത്മാവേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധിയുടെ പൂർണ്ണതയുള്ളവളെ, ഞങ്ങൾ ഓരോരുത്തരും വിശുദ്ധിയുടെ ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ജീവിതത്തെക്കുറിച്ചാണ്. വിശുദ്ധ ജീവിതം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മളെല്ലാവരും തന്നെ വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയെ അറിയിക്കുന്നുണ്ട്. കൊരിന്ത്യസ്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 7-ാം അധ്യായം 1-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. ഈ തിരുവചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമുക്ക് തരുന്ന ആലോചന? വിശുദ്ധ പൗലോസിലൂടെ ദൈവത്തിൻ്റെ അരൂപി 3-4 കാര്യങ്ങൾ ഈ വചനത്തിലൂടെ ദൈവജനത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമതായി, നമുക്ക് മാറ്റമില്ലാത്തൊരു വാഗ്ദാനം കർത്താവ് നൽകിയിട്ടുണ്ട്. ആർക്കും ഈ വാഗ്ദാനത്തെ നീക്കം ചെയ്യാൻ സാധ്യമല്ല. അത് ഇളകാത്ത വാഗ്ദത്തമാണ്. രണ്ടാമത്, വിശുദ്ധ പൗലോസ് പറയാണ്, ഈ വാഗ്ദാനം നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധികളിൽ നിന്ന് നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ കളങ്കങ്ങൾ,
ഈ ലോകത്തിൻ്റെ മലിനതകൾ, ഈ ലോകത്തിൻ്റെ പലവിധ ആസക്തികളെല്ലാം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സ്വാധീനിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുക, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ വാഗ്ദാനത്തിലേക്ക് ഹൃദയമുറപ്പിച്ച് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ജനം ജീവിക്കുമ്പോൾ അവിടെ ശരീരത്തെയും ആത്മാവിനെയും വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ തയ്യാറാകണം. ഒന്നാമത് പറയാണ്, ദൈവഭയത്തോടെ വിശുദ്ധി പരിപൂർണമാക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ജനം ദൈവഭയമുള്ളവരാകണം. ദൈവഭയമുള്ളവർക്ക് കർത്താവിൻ്റെ പരിശുദ്ധിയിൽ തങ്ങളെ തന്നെ സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയ്ക്ക് വളരെ അനുഗ്രഹീതനായ മാർപ്പാപ്പയായിരുന്നു. നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട മാർപ്പാപ്പയാണ്. തൻ്റെ സഭാഭരണ കാലത്ത് മാർപ്പാപ്പ ഇപ്രകാരം ഒരു പ്രവാചക ശബ്ദത്തോടെ സഭയോട് വിളിച്ചു പറഞ്ഞു, ഈ തലമുറയുടെ നാശമെന്ന് പറയുന്നത് ദൈവഭയം നഷ്ടപ്പെട്ടു പോയതാണ്. ദൈവഭയം അറ്റുപോയി. ദൈവഭയം നഷ്ടപ്പെട്ടു പോയതിൻ്റെ പരിണത ഫലങ്ങളാണ് നമ്മൾ ഇന്ന് ലോകത്തിലും സഭയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം പാപത്തിൻ്റെ അതിപ്രസരം, ലോകത്തിൻ്റെ വെറിക്കൂത്തുകൾ അത്രമാത്രം വർദ്ധിച്ചു. കർത്താവിൻ്റെ വചനങ്ങളെ ചവിട്ടിക്കളയുന്ന പാപകരമായ നിയമങ്ങൾ ലോകരാജ്യങ്ങളിൽ പാസ്സായിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ ജനം ദൈവഭയത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരായിരിക്കണം. ദൈവത്തിൻ്റെ ജനം വിശുദ്ധിയുടെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകണം. ദൈവത്തിൻ്റെ ജനം നിത്യജീവന്റെ പ്രത്യാശയുള്ള ജനമാകണം. ഈ പ്രത്യാശയുള്ളവർക്ക് മാത്രമാണ് ഈ ലോകത്തിൽ വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കർത്താവ് പറഞ്ഞു, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. വിശുദ്ധ ജീവിതത്തിന് വേണ്ട ശക്തി, പവർ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. ഹോളി സ്പിരിറ്റാണ് ഈ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്നത്. നമ്മുടെ ആത്മരക്ഷയെ തടസ്സപ്പെടുത്തുന്ന സകല പാപങ്ങളെയും വിട്ടൊഴിഞ്ഞ് ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. കാരണം പരിശുദ്ധാത്മാവ് സ്പിരിറ്റ് ഓഫ് ഹോളിനെസ് ആണ്, വിശുദ്ധിയുടെ ആത്മാവാണ്. ഇതിനോട് ബന്ധപ്പെട്ടാണ് ലേവ്യ പുസ്തകം 20-ാം അധ്യായം 26-ാം വചനത്തിൽ നമ്മൾ കാണുന്നത്. കർത്താവ് നമ്മോട് പറയാ, നിങ്ങൾ എൻ്റെ മുൻപിൽ വിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ്. നിങ്ങൾ എൻ്റെ മുൻപിൽ വിശുദ്ധരായിരിക്കുവിൻ. എൻ്റെ സഹോദര സഹോദരി, നാട്ടുകാരുടെ മുൻപിലും നമ്മുടെ വീട്ടുകാരുടെ മുൻപിലും നല്ലവരായി ജീവിക്കാൻ നമുക്ക് കുറച്ച് അഭിനയം അറിഞ്ഞാൽ മതി. കൊള്ളാം, വ്യക്തി നല്ല വ്യക്തിയാട്ടോ, ഓ സന്തോഷം, എന്ത് നല്ലൊരു മനുഷ്യനാ എന്നൊക്കെ മറ്റുള്ളവരെ കൊണ്ട് എനിക്ക് പറയിപ്പിക്കാൻ ഒരു ചെറിയ അഭിനയം, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അതൊരു തരത്തിൽ കപടതയാണ്. അതല്പം അറിഞ്ഞാൽ മതി. ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. എന്താ പരിശുദ്ധാത്മ പറയുന്നത്? സർവജ്ഞാനിയായ 10,000 സൂര്യനേക്കാൾ തേജസ്സുള്ളതാണ് നമ്മുടെ കർത്താവിൻ്റെ കണ്ണുകൾ. ഒന്നുപോലും അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്നില്ല. ഈ കർത്താവിൻ്റെ മുൻപിലെ അവിടുത്തെ ജനം, നമ്മൾ ഓരോരുത്തരും വിശുദ്ധരായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് നിർബന്ധമുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പൊ കർത്താവിൻ്റെ മുൻപിൽ വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള തീരുമാനം, ഒരു കമ്മിറ്റ്മെന്റ് നമുക്കുണ്ടാവണം. ഇതാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. ഇതിനായി മറ്റു ജനതകളിൽ നിന്ന് ഞാൻ നിങ്ങളെ വേർതിരിച്ചിരിക്കുന്നു. നമ്മൾ ഈ ലോകത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് പോകേണ്ടവരല്ല പ്രിയപ്പെട്ടവരെ. ഈ ലോകത്തിൽ ഈ നാളുകളിൽ നമുക്ക് കൃത്യമായ വിശുദ്ധിയും വേർപാടും ഉണ്ടാകണം.
ഓരോരോ സാഹചര്യങ്ങൾ വരുമ്പോൾ വഴിമാറി പോകുന്നതല്ല നമ്മുടെ ജീവിത വിശുദ്ധി. ഏത് സാഹചര്യത്തിന് മുന്നിൽ നിന്നാലും കർത്താവിൻ്റെ പരിശുദ്ധിയിൽ നമ്മളെ തന്നെ കാത്തു സൂക്ഷിക്കുവാനുള്ള ഉറച്ച തീരുമാനം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അത്ഭുതത്തിൻ്റെ പൊട്ടിത്തെറിയായിരിക്കും. നമ്മുടെ ജീവിതം ദൈവകൃപയുടെ അത്ഭുതമായിട്ട് മാറും. നമ്മുടെ ജീവിതം ദൈവാനുഗ്രഹത്തിൻ്റെ നിറഞ്ഞൊഴുക്കുള്ള ജീവിതമായി രൂപപ്പെടും. വിശുദ്ധ പത്രോസ് സഭ അറിയിക്കുന്നുണ്ട്. തന്നെഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വചനം. ദൈവത്തിൻ്റെ വചനം പറയാണ്, നമ്മുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശരീരത്തിൻ്റെ എല്ലാ പ്രവണതകളിൽ നിന്നും നിങ്ങൾ അന്യരും പരദേശികളും വിപ്രവാസികളും എന്ന നിലയിൽ ഒഴിഞ്ഞു നിൽക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചേ. എന്താ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്? നമ്മുടെ ആത്മാവിനെതിരെ പോരാടുന്ന ശരീരത്തിൻ്റെ പ്രവണതകൾ. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ആത്മീയ ഒരുക്കത്തിൻ്റെ നാളുകളിലാണ് നമ്മൾ. നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണ്ണമായ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് നാം നമ്മെ തന്നെ ഒരുക്കേണ്ട സമയമാണിത്. നമ്മുടെ ആത്മരക്ഷ ഉറപ്പുവരുത്തി ജീവിക്കേണ്ട സമയം ആയതിനാൽ വിശുദ്ധ പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് സഭയെ പഠിപ്പിക്കുക, നമ്മുടെ ആത്മരക്ഷയെ തടസ്സപ്പെടുത്തുന്ന ശരീരത്തിൻ്റെ ജഡത്തിൻ്റെ സകല വ്യാപാരങ്ങളിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം. ഇതൊരു കൽപ്പന പോലെയാണ് കർത്താവ് തരുന്നത്. നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ നിത്യത അപകടത്തിലാകും. നമുക്ക് നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകും. കർത്താവിൻ്റെ ആ ഇറ്റേണൽ ഗ്ലോറിയിൽ ആയിരിക്കുവാൻ നമുക്ക് കഴിയാതെ പോകും. അതല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഈ വചനം അതാ പഠിപ്പിക്കുന്നത്. നീ നിന്റെ ആത്മരക്ഷ ഉറപ്പുവരുത്തി ഈ ലോകത്തിൽ ജീവിക്കണം. ഇതിനെ നിന്നെ തടസ്സപ്പെടുത്തുന്ന ശരീരത്തിൻ്റെ പ്രവണതകളിൽ നിന്ന്, ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ നിന്ന്, ഈ ലോകത്തിൻ്റെ സകലവിധ ആസക്തികളിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറണം. കാരണം നമ്മൾ ഈ ലോകത്തിൽ അന്യരാണ്. നമ്മളിവിടെ പരദേശികളാണ്. നമ്മൾ ആരും ഈ ലോകത്തിൽ സ്ഥിരം താമസിക്കാൻ വന്നവരല്ല. നമ്മൾ പരദേശികളാണ്, നമ്മൾ തീർത്ഥാടകരാ. അതുകൊണ്ട് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നത്, എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ, അക്കരയാണൻ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. നമ്മുടെ കർത്താവ് നമുക്കൊരുക്കുന്ന അനിത്യമായ ഭവനം, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. ഈ ഒരു പ്രത്യാശയോടെ വേണം എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കാൻ. യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 3-ാം വചനത്തിൽ, ഈ പ്രത്യാശയുള്ളവർ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ വിശുദ്ധരാക്കുന്നു. ഹല്ലേലൂയ! എത്ര മനോഹരമായ തിരുവചനമാണിത്. ഈ ലോകത്തിൽ ആർക്കാണ് വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയുക? ഇന്ന് വിശുദ്ധ ജീവിതം പാഴാണെന്ന് ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹത്തിന് മുൻപിലാണ് നമ്മൾ ഇന്ന് കഴിയുന്നത്. വിശുദ്ധിയോ? വിശുദ്ധി എന്നൊക്കെ പറയുമ്പോൾ ചുമ്മാ തമാശയായി, അത് ബോറിംഗായി, അത് പാഴായി കാണുന്ന പതിനായിരങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. ഞാൻ പലയിടത്തും വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ പല പ്രകാരം പറയാറുണ്ട്, ഇത് പഴഞ്ചനാശയമല്ലേ, ഇതൊന്നും ഈ കാലഘട്ടത്തിന് യോജിച്ച സന്ദേശമല്ല, ഇതൊക്കെ എന്തുമാത്രം പഴഞ്ചനാശയം. നമ്മൾ മോഡേൺ വേൾഡ് അല്ലേ, നമ്മൾ ആധുനിക ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ കുറേയൊക്കെ മോഡേൺ ആവണ്ടേ. ഈ ലോകത്തിൻ്റെ ശൈലിക്കൊപ്പം, ഈ ലോകത്തിന് കുത്തൊഴുക്കിനൊപ്പം നമ്മൾ ജീവിക്കണ്ടേ? ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല.
അതുകൊണ്ട് വിശുദ്ധി എന്നൊക്കെ പറയുന്നത് ഒരു പഴഞ്ഞൻ ആശയമായിട്ടാണ് ഇന്ന് അനേകായിരങ്ങൾ കാണുന്നത്. നമുക്കതൊരു സീരിയസ് ഇഷ്യൂ അല്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയട്ടെ. ഇന്ന് മറ്റെന്തിനേക്കാളും ഉപരി സഭയിൽ പ്രഘോഷിക്കപ്പെടേണ്ട സന്ദേശം എന്ന് പറയുന്നത് വിശുദ്ധ ജീവിതത്തെ കുറിച്ചായിരിക്കണം. വിശുദ്ധി കൂടാതെ നമുക്കാർക്കും കർത്താവിനെ ദർശിക്കാൻ സാധ്യമല്ല. കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കണോ? കർത്താവിൻ്റെ തേജസ്സിനാൽ നമുക്ക് പങ്കുപറ്റണോ? കർത്താവിൻ്റെ കൃപയിൽ അനുദിനം വളരണോ? വിശുദ്ധി അനിവാര്യമാണെന്ന് വേദപുസ്തകം ശക്തമായ ഭാഷയിലാണ് പറയുന്നത്. ഹെബ്രായ പുസ്തകം 12:14 പറയാം, നിങ്ങളെല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ കാണുവാൻ കഴിയുകയില്ല. ഹൃദയത്തിൽ അടിവരയിടേണ്ട തിരുവചനമാണിത്. സഹോദര സഹോദരി, നിനക്ക് കർത്താവിനെ അനുഭവിക്കണോ? കർത്താവിൻ്റെ വചനത്തിൻ്റെ മാധുര്യം സ്വന്തമാക്കണോ? കർത്താവിൻ്റെ ശക്തിയിൽ നിന്റെ ജീവിതം പുതുക്കപ്പെടണോ? കർത്താവിൻ്റെ ജ്ഞാനത്താൽ നിന്റെ ജീവിതം നയിക്കപ്പെടണോ? വിശുദ്ധി കൂടാതെ ഇത് സാധ്യമല്ല എന്ന് വ്യക്തമായി കർത്താവിൻ്റെ തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ്. ഇത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് വീണ്ടും സഭയെ അറിയിക്കുന്നത്. തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. ആയതിനാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞിരിക്കണം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴച്ച് പോകരുത്. എത്ര കർശനമായ താക്കീതാണ് വിശുദ്ധ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് സഭാമക്കളെ അറിയിക്കുന്നത്. നമ്മുടെ ശരീരത്തെ വിശുദ്ധിയിൽ, ശരീരത്തിൻ്റെ വിശുദ്ധി പ്രധാനപ്പെട്ട പ്രിയപ്പെട്ടവരെ, ഇന്ന് പിശാച് നമ്മോട് പറയുന്നത് എന്താണെന്നറിയോ? ഗിവ് മി യുവർ ബോഡി. നിന്റെ ശരീരത്തെ തരിക, പകരം ഞാൻ നിനക്ക് ഇഷ്ടം പോലെ സുഖം തരാം. ഇപ്പോൾ ഓഫറുകളുടെ കാലല്ലേ. പഴയ ഫ്രിഡ്ജ് കൊടുത്താൽ പുതിയ ഫ്രിഡ്ജ്, പഴയ ടി വി കൊടുത്ത പുതിയ ടി വി, പഴയ വാഷിംഗ് മെഷീൻ കൊടുത്ത പുതിയ വാഷിംഗ് മെഷീൻ. ഇതുപോലെ പിശാച് പറയുക, നീ നിന്റെ ശരീരത്തെ എനിക്ക് തന്നാൽ ഞാൻ ആവോളം സുഖം തരാം. പ്ലഷേഴ്സ്, ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ ഞാൻ നിനക്ക് പകർന്നു തരാം. ഇന്ന് അനേകര് കർത്താവിനായി സമർപ്പിക്കപ്പെടേണ്ട ഈ ശരീരത്തെ പിശാചിന് വിട്ടുകൊടുത്തിരിക്കുക. മദ്യം കഴിച്ച്, കഞ്ചാവ്, മയക്കമരുന്ന്, സ്വയംഭോഗം, സ്വവർഗഭോഗം, വ്യഭിചാരം, അവിഹിത വേക്ഷകള്, ജഡത്തിൻ്റെ പേക്കൂത്തുകൾക്കായി ഈ ശരീരത്തെ വിട്ടുകൊടുക്കുമ്പോൾ അവൻ അറിയുന്നില്ല നിത്യനാശത്തിലേക്കാണ് പോകുന്നതെന്ന്. ഈ ശരീരം ഒരു ദിവസം ഉദ്ധാനം ചെയ്യേണ്ട ശരീരമാണ്. ആയതിനാൽ ശരീരം ദുർവൃത്തിക്കുള്ളതല്ല, ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. ശരീരത്തിൻ്റെ വിശുദ്ധി അത് വളരെ 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 വളരെ, ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, പ്രധാനപ്പെട്ടതാണെന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുക. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, അല്പം സുഖത്തിന് വേണ്ടി, താൽക്കാലികമായ ഒരു പ്ലഷറിന് വേണ്ടി നമ്മുടെ ശരീരത്തെ നാം പിശാചിന് വിട്ടുകൊടുക്കരുത്. സാത്താൻ തരുന്ന ഓഫറുകളെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ തട്ടിത്തെറിപ്പിക്കുവാനുള്ള ആത്മനിറവ് ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിനുണ്ടാകണം. നമ്മൾ ധരിക്കുന്ന നമ്മുടെ വസ്ത്രങ്ങൾ, അതിന് ഡ്രസ് കോഡ്, ഇതെല്ലാം വളരെ മാന്യമായിരിക്കണം. നമ്മൾ മൂലം ഏതെങ്കിലും വ്യക്തി പാപത്തിലേക്ക് പോയാൽ, നശിച്ചു പോയാൽ, ആ വ്യക്തിയുടെ രക്തത്തിനെ കർത്താവ് നമ്മോട് പകരം ചോദിക്കും. മാന്യമായ വസ്ത്രം ധരിക്കണം. എൻ്റെ സഹോദരിമാരോട്, എൻ്റെ അനുജത്തിമാരോട്, എൻ്റെ അമ്മമാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ മാന്യതയാർന്ന വസ്ത്രധീരി. നമുക്കൊരു പാരമ്പര്യമുണ്ട്. ദൈവത്തിന് വചനം നിർദ്ദേശിച്ചിരുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്, അത് വിട്ടു പോകരുത്. ഈ ലോകം കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ
നമ്മൾ സ്വീകരിക്കരുത് പ്രിയപ്പെട്ടവരെ. മാന്യതയാർന്ന വസ്ത്രം. എൻ്റെ സഹോദരന്മാരെ, എൻ്റെ അനുജന്മാരെ, നമ്മളെല്ലാം അത് മനസ്സിലാക്കണം. വെളിപാട് പുസ്തകം 21-27 വരിക. അവിടെ എന്താ വചനം പഠിപ്പിക്കുന്നത്? വിശുദ്ധ ജീവിതത്തിൻ്റെ ആവശ്യകത വ്യക്തമാക്കുകയാണ് ഈ തിരുവചനം. കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും ശ്രദ്ധിക്കണമേ. നമ്മൾ ആരും വചനം വിട്ടുകളയരുത്. നിങ്ങൾ ശ്രദ്ധിക്കുക. അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ശുദ്ധീകരണ സ്ഥലം. പരിപൂർണമായി വിശുദ്ധീകരിക്കപ്പെട്ടവർ മാത്രമേ കർത്താവിനോട് കൂടെ അവിടുത്തെ നിത്യമഹത്വത്തിൽ വസിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മരക്ഷയെ തടസ്സപ്പെടുത്തുന്ന സകല പാപങ്ങളെയും, നെഗറ്റീവായ ചിന്താഗതികൾ, മറ്റുള്ളവരെ അപഹസിക്കുന്ന, കളിയാക്കുന്ന, കുറ്റപ്പെടുത്തുന്ന, പരിഹസിക്കുന്ന വാക്കുകൾ, മോശമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ, ചിത്രീകരണങ്ങൾ, അപഹസിക്കുന്ന വാക്കുകൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, പ്രവർത്തന ശൈലികളെല്ലാം നമ്മൾ ദൈവവചന പ്രകാരം ചിട്ടപ്പെടുത്തി വിശുദ്ധ ജീവിതം നയിക്കാൻ ഇന്നത്തെ ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഒരു വിശുദ്ധ ജീവിതം കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്? നമ്മളാരും മറന്നു പോകരുത്. നമുക്കൊരു വാഗ്ദാനമുണ്ട്. ഈ വാഗ്ദാനം നിത്യജീവനാണ്. നമ്മുടെ നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകരുതെന്ന് കർത്താവിന് നിർബന്ധമുണ്ട്. കർത്താവിൻ്റെ അരൂപിക്ക് നിർബന്ധമുണ്ട് പ്രിയപ്പെട്ടവരെ. ആയതിനാൽ ദൈവജനത്തോട്, താൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ തൻ്റെ ജനത്തോട് കർത്താവ് പറയുക, വിശുദ്ധ ജീവിതം നയിക്കുക. നിങ്ങൾ എൻ്റെ മുൻപിൽ വിശുദ്ധരായിരിക്കുക. ഇതിൽ കുറഞ്ഞതൊന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഇതൊരു പഴഞ്ഞൻ ആശയമല്ല. വിശുദ്ധ ജീവിതം പാടല്ല. വിശുദ്ധ ജീവിതം ബോറിംഗ് അല്ല. നമുക്ക് മനസ്സുണ്ടെങ്കിൽ, നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ഈ തലമുറയിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയുമെന്ന് കർത്താവിൻ്റെ വചനം വ്യക്തമായി മുന്നറിയിപ്പ് തരികയാണ്. നമ്മളായിരുന്ന ഈ തലമുറയിൽ തന്നെയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധിയോടെ ജീവിച്ച് വിശുദ്ധനായി മാറിയത്. മദർ തെരേസ വിശുദ്ധിയോടെ ജീവിച്ച് വലിയ വിശുദ്ധയായിട്ട് മാറിയത്. എത്രയോ അനുഭവങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് നമുക്കൊക്കെ പങ്കുവയ്ക്കാൻ കഴിയും. സാഹചര്യങ്ങളെ പഴി പറയണ്ട, ഒരു വ്യക്തിയും കുറ്റം പറയണ്ട. നമുക്ക് മനസ്സുണ്ടെങ്കിൽ, നമുക്ക് തീരുമാനമുണ്ടെങ്കിൽ നമ്മളെ മലിനപ്പെടുത്തുവാൻ ആർക്കും ഒന്നിനും സാധിക്കുകയില്ല. ഈ സത്യം മനസ്സിലാക്കി ഈ നാളുകളിൽ വിശുദ്ധ ജീവിതത്തിന് പ്രാധാന്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, നമ്മുടെ കുടുംബത്തെ ക്രമപ്പെടുത്തുവാൻ, നമ്മുടെ ബന്ധങ്ങളെ ക്രമപ്പെടുത്തുവാൻ നമുക്കൊരുങ്ങാം. നമ്മുടെ ആത്മരക്ഷ ഉറപ്പുവരുത്തി ഈ നാളുകളിൽ നമുക്ക് ജീവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് കൃപയുടെ അടയാളത്തെക്കുറിച്ചാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ.